പുതിയ ലൈംഗിക ആരോപണ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. അവിടെ വലിയ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തുടർച്ചയായി ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയായി തൻ്റെ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഇന്നലെ രാത്രിയാണ് ഈ MLA പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് പത്തനംതിട്ട എയർ ക്യാമ്പിൽ എത്തിച്ച് പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഗോകുൽ രമേശ് ആയിരുന്നു. ഗോകുൽ, വലിയ പ്രതിഷേധം ഇപ്പോഴും ആശുപത്രി പരിസരത്തുണ്ട്. യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. വിനോദ്, നിലവിൽ അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ വൈദ്യപരിശോധനയ്ക്കായിട്ട്, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നേയുള്ള വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവിടെ കൊണ്ടുവന്ന ആ സമയത്ത് തന്നെ വലിയ പ്രതിഷേധമാണ് MLAക്കെതിരായിട്ട് ഉണ്ടായത്. യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്നടക്കമാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടായത്. ഇപ്പം യുവമോർച്ച പ്രവർത്തകർ നിൽപ്പുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടൊരു വലിയ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതിഷേധത്തിൻ്റെ നിലവിൽ കേരളത്തിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയല്ല CPM ആയാലും ഇതിൻ്റെ രണ്ട് ഭാഗങ്ങൾ എന്നൊരു തെളിവാണ് ഈ നാട്ടിൽ മുഴുവൻ അറിയാൻ പറ്റുന്നത്. ഇന്ന് യുവമോർച്ചയുടെ പ്രതിഷേധിക്കുന്ന ഈ നാടിന് വേണ്ടിയിട്ടാണ്, ഈ നാട്ടിലെ അമ്മമാർക്കും സ്ത്രീജനങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടിയിട്ടാണ് യുവമോർച്ചയുടെ ശബ്ദം ഇന്ന് തെരുവിലറിയുന്നത്. ഈ ശബ്ദം ഇന്നുകൊണ്ട് അവസാനിക്കുകയല്ല എന്നാണ് ഇവിടുത്തെ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളോടും യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്ന അന്ന് വരെ ഈ യുവമോർച്ചയുടെ സമരങ്ങൾ തെരുവിൽ ഈ പോലീസും RI ലാത്തിച്ചാതിന് മുമ്പിൽ അടങ്ങാതെ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ടായിരിക്കും. UDF ഏറ്റവും വലിയ ഒരു യുവത്വത്തെ മുമ്പിലോട്ട് നിർത്തിയെന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിർത്തിയത്. ആ UDFൻ്റെ പ്രവർത്തകരോട് ഞങ്ങൾ കാണിക്കാനുള്ളത്, ഞങ്ങൾക്ക് കാണിച്ചു തരാം യുവാക്കൾ, കേരളത്തിന് വേണ്ടിയുള്ള യുവാക്കളെ ഞങ്ങൾ കാണിച്ചു തരാം. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി ഉൾപ്പെടെ, യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മനുപ്രസാദ് ഉൾപ്പെടെ, BJPയുടെ സംസ്ഥാന സെക്രട്ടറി P ശ്യാംരാജ് ഉൾപ്പെടെ നല്ല യുവത്വത്തെ, കേരളത്തിന് ആവശ്യമായ കേരളത്തിന് വേണ്ടിയിട്ടുള്ള വികസനങ്ങൾ ചെയ്യാൻ പറ്റിയ നല്ല യുവത്വത്തെ BJP നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ സമരവുമായിട്ട് എന്നും യുവമോർച്ച മുമ്പോട്ട് തന്നെ പോകും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ യുവമോർച്ചയുടെ ഈ സമരം. ഉണ്ടാകുമല്ലേ രാജിവെക്കുന്നവരെ? അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്ന അവസാനം വരെ യുവമോർച്ചയുടെ പ്രതിഷേധം കേരളം മുൻപാകെ ഉണ്ടാകുമെന്ന് യുവമോർച്ച ആഹ്വാനിക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്തായാലും അവരുടെ ആ പ്രതിഷേധത്തിൻ്റെ കാരണം അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് രാഹുലിനെ പോലൊരു ആൾ MLA സ്ഥാനത്ത് തുടരുന്നത് ഒട്ടും അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല. രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുകയാണ് യുവമോർച്ച. രാജി വെക്കുന്നത് വരെ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ രാഹുലിനെ പുറത്തിറക്കിയ വേളയിൽ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തിലാണ് ഇവിടെ ആശുപത്രി പരിസരത്ത് വലിയ പ്രതിഷേധം ഈ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ ഈ ആശുപത്രിക്ക് ഉള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട്. MLA രാഹുലിനെ വൈദ്യപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 11:30 മണി വരെ ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടായിരുന്നു. അതായത് രാവിലെ 6 മണിക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഏകദേശം 5 മണിക്കൂറിലധികം വിശദമായിട്ട് ചോദ്യം ചെയ്തതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ടും മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുന്നതിനുമായിട്ട് AR ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചത്. വലിയ സുരക്ഷാ സന്നാഹത്തോടു കൂടിയിട്ടാണ്, അതീവ സുരക്ഷാ സന്നാഹത്തോടു കൂടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്തേക്ക് കൊണ്ടുവന്നത്. നിരവധിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ജില്ലയിലെ മുഴുവൻ DYSPമാരെയും AR ക്യാമ്പിലേക്ക് രാവിലെ മുതൽ തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ അങ്ങോട്ടൊക്കെ എത്തിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രതിഷേധങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ അതീവ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ രാഹുൽ പൂർണ്ണമായിട്ടും നിസ്സഹകരണമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് AR ക്യാമ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതായത് പല കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുലിനോട് ചോദിച്ചു. പ്രത്യേകിച്ച് ചാറ്റുകളും ഓഡിയോ സന്ദേശങ്ങളും അടക്കം രാഹുലിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ നടത്തിയെന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തെളിവുകൾ കൃത്യമായിട്ട് നിരത്തി അതിന്മേലുള്ള ചോദ്യങ്ങളാണ് ചെയ്തത്. പക്ഷേ എല്ലാ ചോദ്യങ്ങളോടും രാഹുലിന് നിശബ്ദത മാത്രമായിരുന്നു, അല്ലെങ്കിൽ മറുപടി ഇല്ലാതെയുള്ള നിലപാട് മാത്രമായിരുന്നു രാഹുൽ സ്വീകരിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തനിക്ക് പറയാനുള്ളതെല്ലാം തൻ്റെ അഭിഭാഷകൻ പറയും, കോടതിയിൽ പറഞ്ഞുകൊള്ളും ുള്ള ഒരു മറുപടി മാത്രമാണ് ആദ്യഘട്ടം മുതൽ രാഹുൽ നൽകിയിരുന്നത്. അത് മാത്രമല്ലാതെ ഈ യുവതിയുമായിട്ട് ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അത് ഉഭയ സമ്മതപ്രകാരം
മാത്രമായിരുന്നു എന്നുള്ള കാര്യവും ആദ്യം മുതൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു രാഹുൽ. അതോടൊപ്പം തന്നെ നിലവിൽ ഈ രാഹുലിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള അറസ്റ്റ് നോട്ടീസിലടക്കം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നും അതിജീവിതയെ ഭീഷണിപ്പെടുത്താനടക്കം ശ്രമം നടത്തിയിട്ടുണ്ട് എന്നും ഒപ്പം അന്വേഷണത്തോട് യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ള ചില പരാമർശങ്ങൾ അന്വേഷണ സംഘവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ കാര്യമായിട്ട് മറുപടികൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർ ചോദ്യം ചെയ്യലുകൾ ഈ വിഷയത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട ആവശ്യമുണ്ട് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിമാൻഡിൽ പോയാലും പിന്നീട് കസ്റ്റഡിയിൽ ബാക്കി തുടർ ചോദ്യം ചെയ്യൽ നടപടികളടക്കം നടത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനമെന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ഈ രാഹുലുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്ന SIT ടീമിൻ്റെ തലവയായിട്ടുള്ള ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് രാവിലെ മുതൽ തന്നെ 6 മണി മുതൽ തന്നെ ചോദ്യം ചെയ്യൽ നടന്നു വന്നിരുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ രാഹുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആണ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചത്. അത് പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ കാര്യമായിട്ട് പ്രയോജനമുണ്ടായില്ല. രാഹുൽ പൂർണ്ണമായിട്ടും മൗനം പാലിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഈ പോലീസ് മുറിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുകയാണ്. തിരുവല്ല കോടതിയിലാണ് ഹാജരാക്കേണ്ടതെങ്കിലും കോടതി അവധിയായതുകൊണ്ട് തന്നെ അവിടുത്തെ മജിസ്ട്രേറ്റും അവധിയായതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലുള്ള മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് രാഹുലിനെ ഇന്നിപ്പോൾ ഹാജരാക്കാനായിട്ട് പോകുന്നത്. കോടതി പരിസരത്ത് അല്ലെങ്കിൽ ആ മജിസ്ട്രേറ്റിൻ്റെ വീടിൻ്റെ പരിസരത്തുമൊക്കെ തന്നെ വലിയ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ റിമാൻഡിലേക്ക് പോകാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് നടപടികളടക്കം പൂർത്തീകരിക്കും. ഇപ്പോൾ റിമാൻഡിലായാൽ തിരുവനന്തപുരത്തേക്കോ കൊട്ടാരക്കരയിലേക്കുള്ള ജയിലിലേക്കായിരിക്കും രാഹുലിനെ മാറ്റുക എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും രാഹുലിന് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള വകുപ്പുകളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ഉള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അതിനുശേഷം കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നതിന് മുമ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി വൈദ്യപരിശോധനയ്ക്കായിട്ടാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അവിടെ വലിയ പ്രതിഷേധം, യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകൾ രാഹുലിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അല്പസമയത്തിനകം ജനറൽ ആശുപത്രിയിൽ നിന്നും രാഹുലിനെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് ഹാജരാക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.